എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരു പേരിലൊക്കെ എന്തിരിക്കുന്ന കാര്യം എന്ന പേരിലും കാര്യമുണ്ട്. പേരൊരു ഐഡൻറ്റിറ്റിയാണ്, എല്ലാവരുടെയും ഐഡൻറ്റിറ്റിയാണ് പേര്, അല്ലേ? എൻ്റെ പേര് എൻ്റെ ഐഡൻറ്റിറ്റിയാണ് എന്ന് പറയുന്ന പോലെ പേരിനൊരു പ്രാധാന്യമുണ്ട്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറെ ചർച്ചയായിട്ട് നിൽക്കുന്നവരാണ് വിജയ് മാധവും ദേവിക നമ്പ്യാരും. ഇവർക്ക് രണ്ടാമതൊരു കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞിൻ്റെ പേരിടുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ആ വീഡിയോ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണാം, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. അങ്ങനെ പലതും പറയും. നമ്മൾ വെച്ചിരിക്കുകയാണ്. താങ്കളുടെ ഒരു വാക്കിന് ഞാൻ വില കൽപ്പിക്കുന്നില്ല. എന്താ പറയുന്നത്, പിന്നെ ഞാൻ നാർസിസ്റ്റിക് ഡിസോർഡറാണ്, പൊട്ടനാണ്, മുഴുപ്രാന്തനാണ്, ഞാൻ എൻ്റെ കുട്ടികളെ മോശമായ രീതിയിൽ ചീത്ത വിളിപ്പിക്കാൻ വേണ്ടിയിട്ട് പേരിട്ട് കളിക്കുന്നു. ഇതൊക്കെ സ്നേഹം കൊണ്ടാണോ പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ആ കുഞ്ഞിന് ആ മാതാപിതാക്കൾ ഒരു പേരിട്ടു. ആ പേരിനെ ചൊല്ലിയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ സംസാരം നടക്കുന്നത്. ഇവരുടെ ആദ്യത്തെ കുട്ടിയുടെ പേരും ഇതുപോലെ തന്നെ ഫേമസ് ആയിരുന്നു. ആ സമയത്ത് ഒരുപാട് ചർച്ചകൾ നടന്നിരുന്നു പേരിനെ കുറിച്ച്. അത് ആൺകുട്ടിയാണ് ആദ്യത്തെ കുട്ടി. രണ്ടാമത് ഇപ്പോൾ ഈ കുട്ടി ഉണ്ടായപ്പം ഓം പരമാത്മ എന്നാണ് അവർ പേര് തിരഞ്ഞെടുത്തത്. ആദ്യത്തെ കുട്ടിയുടെ പേരിടുന്ന സമയത്ത് ഇവർക്ക് ഈ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോഴത്തെ പേരിട്ടപ്പോഴും എല്ലാ ആൾക്കാരും ഇതിനെപ്പറ്റി ചോദ്യം ചെയ്യാൻ തുടങ്ങി. അപ്പം പുള്ളി ചോദിക്കുകയാണ്, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് തന്നെയാണോ ഞങ്ങളോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിക്കുക. അത് മറ്റാരോടും അല്ല, പുള്ളിയുടെ വീഡിയോ കാണുന്ന ആൾക്കാരോടൊക്കെയാണ് ചോദിക്കുന്നത്. കാരണം അവരാണ് ഈ പേരിനെക്കുറിച്ച് സംസാരിച്ചത് ഏറ്റവും കൂടുതൽ. അങ്ങനെ ഒരു സോഷ്യൽ മീഡിയ ബുള്ളിങ് എന്ന് പറയുന്ന പോലെ സംസാരിച്ച് തന്നെ. ഇപ്പം നമ്മളുടെ ചിന്തയിൽ എന്ത് വരും? ഒരു കുഞ്ഞിന് അപ്പനും അമ്മയും പേരിടുന്നു, ശരിയായ കാര്യം തന്നെ. കുഞ്ഞ് ജനിക്കുമ്പോൾ പേരിന് ഇപ്പോൾ നേരത്തെയൊക്കെ ആണെങ്കിൽ കുഞ്ഞുങ്ങൾ പേരിട്ട് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സമയമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും പലരും പേരിടുന്നത്. അതിനെ ആലോചിച്ച് കണ്ടുപിടിച്ചൊക്കെ നല്ലൊരു പേര് സെലക്ട് ചെയ്യും. ഇപ്പോൾ അങ്ങനെയല്ല, എല്ലാവരും വേഗം തന്നെ പേരിടും. ഇല്ലെങ്കിൽ കുഞ്ഞ് വയറ്റിലുണ്ടാകുമ്പോൾ തന്നെ അപ്പനും അമ്മയും നല്ലൊരു പേരൊക്കെ കണ്ടുവച്ചിട്ടുണ്ടാവും. അത് വെച്ച് തന്നെ കുഞ്ഞിൻ്റെ ജനന സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ തന്നെ ആ പേര് ഇട്ടിട്ടാണ് പലരും മേടിക്കുന്നത്. എന്നിട്ട് അതാണ് അവർ പഞ്ചായത്തിലൊക്കെ അയച്ചിട്ട് കുഞ്ഞിൻ്റെ പേരായിട്ട് മാറ്റുന്നത്. പിന്നെ അതുമല്ല, കുഞ്ഞിന് ആധാർ കാർഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് കുഞ്ഞിനെ ഉണ്ടാകുമ്പോഴേ ഇവരെന്ത് ചെയ്യും, പേരൊക്കെ ഇടും ആൾക്കാർ. അങ്ങനെ പേരിട്ടതാണ് വിഷയം ഇപ്പോൾ. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ പേര് സെലക്ട് ചെയ്തത്? ഈ പേരിന് എന്താ കുഴപ്പമെന്നാണ് ഇപ്പോൾ ഞാനും ചിന്തിക്കുന്നത്. ഓം പരമാത്മ എന്ന് പറഞ്ഞാൽ നല്ലൊരു പേര്, വെറൈറ്റി പേരാണെന്നാണ് എനിക്ക് തോന്നിയത്. ഇവരുടെ ആരാധകർ ചോദിക്കുന്നതാണ്, ഈ കുഞ്ഞ് സ്കൂളിൽ ചെല്ലുമ്പോൾ ഈ കുഞ്ഞിനെ കളിയാക്കത്തില്ലേ, ഓം പരമാത്മ എന്ന് പറയത്തില്ലേ എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത്. കുഞ്ഞിനെ കളിയാക്കും. ആ കുഞ്ഞിനെ അവിടെ സ്കൂളിലൊക്കെ എല്ലാവരും ചേർന്ന് കളിയാക്കും. അവസാനം കുഞ്ഞിന് ഈ പേര് ഇഷ്ടമല്ലാണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും എന്ന തരത്തിലൊക്കെയാണ് ചോദിക്കുന്നത്. ഇപ്പം ആത്മജയുടെ ജനനം മുതൽ അല്ലെങ്കിൽ ആത്മജയുടെ പേരിട്ടത് മുതലാണ് ഈ ബുള്ളിങ് എന്ന് പറഞ്ഞ സാധനം നമ്മളുടെ ഫാമിലി അല്ലെങ്കിൽ നമ്മളുടെ ചാനലിലോട്ട് ഏറ്റവും കൂടുതലായിട്ട് വന്നു തുടങ്ങി. ഞാൻ ഇത്രയും കോലാഹലം നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടില്ല. കാരണം ഞാൻ ഫോൺ നോക്കിയിട്ടുണ്ടായിരുന്നില്ല, ഒന്നുമില്ല. ഇന്നലെ യാദൃശ്യവശാൽ എൻ്റെ അമ്മയുടെ ഫോൺ എന്തോ കുട്ടി പറഞ്ഞപ്പോൾ ഞാൻ ഓഫാക്കാൻ പോയപ്പം ഒരു വീഡിയോ കണ്ടു. ഞാൻ വീഡിയോ നോക്കാൻ പോയില്ല. കമൻസ് ഞാൻ വായിക്കാത്ത ആളാണ്. ഞങ്ങളുടെ കമൻസ് ഞാൻ വായിക്കാറില്ല. കാരണം എനിക്കെന്തോ മാഷ് എല്ലാം ഇരുന്ന് വായിക്കും, ഞാൻ അങ്ങനെ കമൻസ് വായിക്കില്ല. കാരണം ചെറിയ വാക്കുകൾ എനിക്ക് ഹേർട്ട് ചെയ്യരുത് എന്നുണ്ട് എന്നെ. അപ്പോൾ അങ്ങനെയായിരുന്നു. പക്ഷെ ഇന്നലെ ഞാനത് കണ്ടിട്ട് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല. ഈ നിമിഷം വരെ എനിക്ക് എങ്ങനെ പറയണത് സത്യം പറഞ്ഞാൽ എനിക്ക് വാക്കുകളോട് പറയാനറിയില്ല. ഇപ്പം നമ്മൾ ഇഷ്ടമുള്ള അച്ഛനും അമ്മേനെയും ഭർത്താവിനെയൊന്നും നിങ്ങൾക്ക് ആർക്കും, നിങ്ങളുടെ ഇപ്പോൾ എത്ര ഭർത്താവ് മോശമാവട്ടെ ഒരാൾക്കും ഇഷ്ടമായിരിക്കില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യനെ മോശം പറയുന്നത് ഇഷ്ടമായിരിക്കില്ല. പിന്നെ നമ്മൾ പബ്ലിക് പ്ലാറ്റ്ഫോമിലുള്ള ആൾക്കാരാണ് ഞങ്ങൾ. ഡെഫിനറ്റ്ലി നമ്മൾക്ക് എന്തും കേൾക്കാനുള്ള ബാധ്യതയുണ്ട്. പക്ഷേ അതിനൊരു മയമൊക്കെ ആവാം. എന്തും കേൾക്കാനുള്ള ഇതില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, എന്നെ എന്ത് വേണേൽ പറഞ്ഞു. പക്ഷേ വൈഫിനെയും പിന്നെ പിള്ളേരെയും ഒക്കെ പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്. വളർന്ന് സ്കൂളിൽ ചെല്ലുമ്പോഴും കോളേജിൽ ചെല്ലുമ്പോഴും ആ കുട്ടികൾ കളിയാക്കൽ അനുഭവിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ഇപ്പോൾ പറയുന്ന മുഴുവൻ അതിനെ കളിയാക്കുകയല്ലേ ചെയ്യുന്നത്. അതിനുള്ള വളം നമ്മൾ തന്നെ ഇട്ട് വെക്കുകയല്ലേ ചെയ്യുന്നത്. നാളെ എൻ്റെ കുട്ടി ഓം പരമാത്മ സ്കൂളിൽ ചെല്ലുമ്പോൾ അവനെ ആ പേരിൽ ഒരാൾ കളിയാക്കുന്നെങ്കിൽ അവനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിലായിരിക്കും ഞാൻ എൻ്റെ കുട്ടിയെ വളർത്തുന്നത്. മോനെ, ഓം പരമാത്മ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇതിന് ഇന്ന പവറൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് എൻ്റെ അച്ഛൻ ഈ പേര് എനിക്ക് ഇട്ടിരിക്കുന്നത് എന്ന് വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ വളർത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നാലും ഒരു പീരീഡ് എത്തി ആ കുട്ടിക്ക് ഇഷ്ടപ്പെടുന്നില്ല. വന്ന് പറയണം, അച്ഛാ ഇതൊരു മാതിരി പേരായിപ്പോയി, എനിക്ക് എൻ്റെ പേര് മാറ്റണം, ഞാൻ പേര് മാറ്റുക എന്ന് പറഞ്ഞ് പുള്ളിക്കാരി ഒരു പേര് സജഷൻ തന്നാൽ എനിക്ക് തോന്നുന്നു, എൻ്റെ ഇൻഫർമേഷൻ കറക്റ്റ് ആണെങ്കിൽ ഒരു 15 വയസ്സ്, അതായത് SSLC സർട്ടിഫിക്കറ്റിൽ പേര് വരുന്നതിന് തൊട്ട് മുന്നേ ആണെങ്കിൽ ജസ്റ്റ് നമ്മുടെ സ്കൂളിലെ ഒരു ലെറ്റർ ഇത് മതി പേര് മാറാൻ. 24 മണിക്കൂറിൽ പേര് മാറ്റാൻ പറ്റും. അപ്പോൾ അതൊന്നും ഒരു വിഷയമേ അല്ല. അന്നേരം ഞാൻ വാശി പിടിക്കത്തില്ല ഒരിക്കലും. അത് മാറ്റത്തില്ല, ഞാൻ ഇട്ട പേരാണ്, നീ മാറ്റരുത്, അങ്ങനെ പറയുന്ന ഒരു അച്ഛനെ ആയിരിക്കത്തില്ല ഞാൻ. 5 വർഷം കഴിഞ്ഞിട്ട് കുട്ടീനെ സ്കൂളിൽ നിന്ന് കളിയാക്കും എന്ന് പറഞ്ഞിട്ട് പറയുന്നതിൻ്റെക്കാളും 100% ജനിച്ചു വീണ് 2 ആഴ്ച പോലും ആവാത്ത കുട്ടീനെയാണ് ബുള്ളിങ് ചെയ്യുന്നത്. അത് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായത് പുരുഷന്മാരെക്കാളും ഏറ്റവും കൂടുതൽ വൃത്തികെട്ട കമന്റ്സ് എന്ന സ്ത്രീകളായിരുന്നു. ഒരു കമന്റിൽ ഇട്ടിരിക്കുക, ആരോ ഊമ്പര
ഊമ്പര, അതൊരു കുട്ടിയല്ലേ, പെൺകുട്ടി ആൺകുട്ടി അതൊക്കെ വേറെ. ഒരു കുട്ടീനെ ജനിച്ചു വീണ കുട്ടീനെ കളിയാക്കി വിളിക്കുന്നത് ഊമ്പരാന്ന് വിളിക്കുന്നു സ്കൂളിൽ നിന്ന്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു കോളേജ് കാലഘട്ടമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കേൾക്കാൻ പറ്റും ഓം പരമാത്മ സമാധിയായി. അപ്പം ഞാനൊരു അമ്മയാണ്, പക്ഷെ ഒരു കുട്ടി ജനിച്ച് ആ കുട്ടിക്ക് 2 ആഴ്ചയും പോലും ആവാത്ത കുട്ടീനെ 12 വർഷം കഴിഞ്ഞിട്ട് അവര് ഇങ്ങനത്തെയൊക്കെ പറയുമ്പോൾ നമുക്ക് ആൾക്കാർ അങ്ങനെ പലതും പറയും. നമ്മളിതിൽ നിൽക്കുന്നതല്ലേ, വീഡിയോ ചെയ്യുന്നതല്ലേ. ഇവരുടെ ഏറ്റവും കൂടുതലുള്ള വിഷമം എന്തെന്ന് വെച്ചാൽ, ഒരു കണ്ടവർ തന്നെ ഇവർക്ക് വന്ന് മെസ്സേജ് അയച്ച് പറയുകയാണ്, ഈ കുഞ്ഞിൻ്റെ പേര് നല്ലതല്ല, നിങ്ങൾ സെലക്ട് ചെയ്ത് നന്നായില്ല, കുഞ്ഞിനെ പിന്നീട് ആൾക്കാർ കളിയാക്കും, ഇപ്പോഴേ എന്തിനാണ് ഈ കുഞ്ഞിന് ഇങ്ങനത്തെ പേര് കൊടുത്തത്, ഇങ്ങനത്തെ പേര് കേട്ട് കഴിഞ്ഞാൽ ആൾക്കാർ നിങ്ങളെ തെറി വിളിക്കും എന്ന തരത്തിൽ ഇങ്ങനെ പറയാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു, ഇത് ഫുള്ള് മൈൻഡ് ചെയ്ത് ഇവർ വിടണമായിരുന്നു. ഓ പരമാത്മ എന്നൊക്കെ പറയുന്ന പേര് ഞങ്ങളുടെ ഇഷ്ടത്തിന് ഞങ്ങൾ സെലക്ട് ചെയ്തതാണ്, നിങ്ങൾ അതിനകത്ത് ഇടപെടേണ്ട കാര്യമില്ല എന്നുള്ള തരത്തിൽ ചിന്തിച്ച് വെറുതെ ഇരുന്നാൽ മതിയായിരുന്നു. പക്ഷേ ഇവരും അതെടുത്തിട്ട് റിയാക്ട് ചെയ്തതോടെ അവർ വീണ്ടും ഓരോരുത്തരായിട്ട് റിയാക്ട് ചെയ്യാൻ തോന്നി. അങ്ങനെ സംഭവിച്ചതാണ്. ആലപ്പുഴ മഴ പെയ്യുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുന്നും തുണി പൊക്കി അങ്ങ് നടന്നു പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഈ കുഞ്ഞിന് ഇനി വളർച്ച കിടക്കുന്നു, ജസ്റ്റ് ഉണ്ടായിട്ട് 2 ആഴ്ച ആയിട്ടുള്ളൂ. ഇനി കുഞ്ഞുണ്ടായ കുഞ്ഞിനെ സ്കൂളിൽ ചേർത്ത് ഇങ്ങനെയുള്ള ഒരു പേര് കൊള്ളത്തില്ലെന്ന് ആരെങ്കിലുമൊക്കെ പറഞ്ഞാൽ അതിന് വലുതാകുമ്പോൾ തോന്നുകയാണ് എനിക്ക് പേര് മാറ്റണം, എനിക്ക് ഈ പേര് വേണ്ട എന്ന് തോന്നുന്ന സമയത്ത് മാറ്റിയാൽ പോരെ, അതിന് ഇത്ര കിടന്നങ്ങ് പറയേണ്ട കാര്യമില്ല. അതും അവർ പറയുന്നുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെ പേര് ഒരാൾ പറഞ്ഞു എന്ന് വിചാരിച്ച് മാറ്റേണ്ട കാര്യമില്ല. ഇപ്പോൾ എൻ്റെ പേര് എൻ്റെ മാതാപിതാക്കൾ ഇട്ട പേരാ, അത് എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഇഷ്ടമില്ല എങ്കിൽ എനിക്ക് ഓപ്ഷനുണ്ട്, ഗസ്റ്റിൽ കൊടുത്ത് എനിക്ക് പേര് മാറ്റാം, ആ ഒരു ഓപ്ഷൻ ചെയ്യാം. ഇപ്പം ഞാൻ ഓർത്ത് പോവുകയാണേ, കുഞ്ഞുങ്ങളൊക്കെ വലുതായി വരുന്നോടം വരെ അമ്മ വെയിറ്റ് ചെയ്യുകയാണ്, അമ്മയും അപ്പനും കുഞ്ഞിന് പേരിടാൻ, ആ കൊച്ചിൻ്റെ താല്പര്യം നോക്കി പേരിടാൻ വേണ്ടിയിട്ട്. എന്നെ ആരും കളിയാക്കരുത് എന്ന തരത്തിൽ കുഞ്ഞിനോട് ചോദിക്കുക, മോനെ നിനക്ക് എന്ത് പേരല്ലേ, മോളെ നിനക്ക് എന്ത് പേരാണ് ഇഷ്ടം, നീ പറ, ആ പേര് ഞങ്ങൾ ഇട്ട് തരാമെന്ന് പറയുമ്പം ഈ സ്കൂളിലൊക്കെ ചേർക്കാൻ പിള്ളേരപ്പം പ്രീ സ്കൂളിലൊക്കെ വിടണമെങ്കിൽ 3.5 വയസ്സ് 4 വയസ്സൊക്കെ ആകുമ്പോഴേക്കും കുട്ടികൾക്ക് സ്കൂളിൽ വിടുമല്ലോ. അപ്പോൾ 5 വയസ്സൊക്കെ ആയ ഒരു കൊച്ചിനോട് ചോദിക്കുക, മോനെ നിനക്ക് ഇഷ്ടമുള്ള പേരിനാന്ന് വെച്ചാൽ ഈ കൊച്ചി എന്ത് പേര് പറയും? അതിന് ഇഷ്ടമുള്ള സാധനങ്ങളെക്കുറിച്ച് പറയും. ചിലപ്പോൾ വല്ല ഫ്രൂട്ട്സിനെ കുറിച്ചോ അല്ലെ വീട്ടിൽ വളർത്തുന്ന പെറ്റ്സിൻ്റെ പേരോ എന്തെങ്കിലുമൊക്കെ അത് പറയും. ആ പേര് മാതാപിതാക്കൾക്ക് ഇടാൻ പറ്റുമോ? ഞാൻ ആലോചിച്ച് നോക്കാം. ചെറുപ്പത്തിൽ കഞ്ഞിയും കറി വെച്ച് കളിക്കാൻ ഇഷ്ടമുള്ളൂ, അപ്പോൾ പിന്നെ കഞ്ഞിയും കറിയത് പേരിടുമോ? ഈ കുഞ്ഞ് പറയുമോ എനിക്ക് കഞ്ഞിയും കറിയത് പേരിട്ടാൽ അപ്പനും അമ്മ ഇടാൻ പറ്റുമോ ആ പേര്? അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അപ്പനും അമ്മയും ഒരു പേരങ്ങ് സെലക്ട് ചെയ്തു. ഇപ്പം ഈ പേരിന് എന്താ കുഴപ്പമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓം പരമാത്മ എന്ന് പറയുമ്പോൾ ഒരു വെറൈറ്റി പേരല്ലേ. ആ സ്കൂളിൽ ആ പഞ്ചായത്തിൽ പോലും ആർക്കും അങ്ങനെ ഒരു പേരുണ്ടാവില്ല. അങ്ങനെ ഒരു അടിപൊളി പേരാണ്. ചിലപ്പോൾ ആൾക്കാർക്ക് ചോദിക്കാമല്ലോ തിരിച്ചും, ഒരു വെറൈറ്റി പേരാണല്ലോ നിൻ്റെ, ഞങ്ങളുടെ സ്കൂളിൽ ആർക്കും ഇങ്ങനെ ഒരു പേരില്ല എന്നാ കുഞ്ഞിനോട് ചോദിക്കാമല്ലോ. എനിക്ക് വായിൽ കൊള്ളാത്തൊരു പേരാ കുഞ്ഞിൻ്റെ, അതുകൊണ്ട് എന്ത് പേരാ ഇവരിട്ട്, അങ്ങനെ തരത്തിൽ ചോദിക്കാമല്ലോ. അല്ലാതെ ബുള്ളിങ് ചെയ്യും എന്ന തരത്തിൽ അതിനെ ചിന്തിച്ച് മാറ്റി നിർത്തേണ്ട കാര്യമില്ലല്ലോ. എന്തായാലും നല്ലൊരു പേര് അവർ, ആത്മജ എന്നുള്ള പേര് നല്ല, മൂത്ത കുഞ്ഞിൻ്റെ പേരും അതും എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല പേര് ആത്മജ. രണ്ടാമത്തെ കൊച്ചിൻ്റെ പേര് ഓം പരമാത്മ. ഈ വയസ്സായവർക്കൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ ഇതൊക്കെ പറയാനൊക്കെ. നമ്മൾ തന്നെ ഇത് പറയുമ്പോൾ ഇച്ചിരി കഷ്ടപ്പെട്ട് സ്റ്റഡി ചെയ്തിട്ടാണ് പറയണത്, അത്രയേ ഉള്ളൂ വ്യത്യാസം. എന്തായാലും പേരിലൊരു കാര്യമില്ല എന്നൊന്നുമില്ല, പേരിൽ കാര്യമുണ്ട്. ഓം പരമാത്മ സമാധിയായോ എന്നൊക്കെ ചോദിക്കുമ്പം ദൈവിക കരയുക. കാരണം എൻ്റെ കുഞ്ഞിനെ ജനിച്ചിട്ട് 2 ആഴ്ചയുള്ള കുഞ്ഞിനെ സമാധിയാക്കിയോ അങ്ങനെ തരത്തിൽ സംസാരിച്ചു. ആക്ച്വലി അങ്ങനെ ഒരു രീതിയിലായിരിക്കില്ല ആ കമൻ്റ് ഇട്ട ആൾ പറഞ്ഞത്. ആ കമൻ്റ് ഇട്ട ആൾ ഒന്നായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുള്ളൂ, ഓ പരമാത്മ എന്നുള്ള പേര് സമാധിയായി കാണുമെന്നായിരിക്കും ഉദ്ദേശിച്ചത്. പിന്നെ ഒരു അമ്മയാണല്ലോ അവർ, അപ്പോൾ അവർക്ക് അത് കേട്ടപ്പോൾ ഒരു ഫീലായി, സമാധി എന്ന് പറഞ്ഞപ്പോഴേ ഒരു ഫീലായി, അതുകൊണ്ടാണ് അവർ കരഞ്ഞത്. അപ്പോൾ അതിനത്ര കരയേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം വിജയ് മാധവ് പറയുന്നുണ്ട് ഞങ്ങളിതൊന്നും മൈൻഡ് ചെയ്യുന്നവരല്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ നിങ്ങൾ ഈ ഒരു കണ്ടൻറ്റ് എടുത്തിട്ട് വീഡിയോ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ഇപ്പം ഞാൻ ഇടുന്ന വീഡിയോ തന്നെ ഒരുപാട് പേര് പല കാര്യം പറഞ്ഞ് മെസ്സേജ് ഇടുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ അതിന് മെസ്സേജിന് മറുപടി കൊടുക്കും, ഇല്ലെങ്കിൽ വിട്ടുകളെ അത്രേ ഉള്ളൂ. അപ്പോൾ ഇവർ ഈ വന്ന മെസ്സേജിന് മറുപടി കൊടുക്കാൻ വേണ്ടി ഒരു വീഡിയോ ഉണ്ടാക്കിയതാണ് ഇപ്പോൾ ഏറ്റവും വലിയ വിഷയമായി മാറിയത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഏറ്റവും ആൾക്കാർ കൂടുതൽ ശ്രദ്ധിച്ചത്. അപ്പോൾ ആ ഒരു കണ്ടൻറ്റാണ് എല്ലാവരും എത്തിയത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപേണ അറിയിക്കുക. മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.